നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതായ വേദഭാഗം തുടർന്ന് ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. This morning I would like to speak from the same portion that I spoke from before. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. We were talking about the Holy Spirit and its means. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവ് പാറകളെ തകർക്കുന്നു എന്നുള്ള ഒരു ഭാഗമാണ് ചിന്തിച്ചത്. And the last time we talked about how the Holy Spirit breaks down rocks. നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ നാളുകളായിട്ട് ഇങ്ങനെ ശുശ്രൂഷിക്കുകയാണല്ലോ എന്ന്. Many of you might think that we've been talking about the Holy Spirit for a very long time. നമ്മളെല്ലാവരും ഇവിടെയുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. Until the time each and every one of us sitting here is filled with the Holy Spirit, I'm being told by God to speak from the Holy Spirit. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു കാര്യമല്ല. The Holy Spirit is not a small thing in our life. അവരെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിപ്പാൻ ഞാൻ കാര്യസ്ഥനെ അയക്കാം എന്നാണ് പറഞ്ഞത്. The Lord said that I'll give you a caretaker amongst your midst so that he might sit with you all the days of your life. അവൻ കാര്യസ്ഥനാണ്. And he takes care of you. അവൻ നമ്മെ നടത്തുന്നവനാണ്. He is the one who makes us walk. നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം ജീവിതത്തിൽ വേണോ അതൊക്കെ തരുവാൻ കഴിവുള്ളവനാണ് അവൻ. And he is able to give you anything that you need in your life. ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്. The Holy Spirit is here this morning. ഇവിടെ നമ്മുടെ കർത്താവുണ്ട്. Our God is here this morning. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. ഒരു സ്വതന്ത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാറ്റ് മൂലം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. And we are going to talk about what the Holy Spirit does through the wind of the Holy Spirit. ഇന്ന് അതിനോട് ചേർന്ന് അല്പമായി ചിന്തിക്കുന്നത് നേരത്തെ പാസ്റ്റർ ചിന്തിച്ച ഒരു വേദഭാഗമാണ് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. And we already spoke about this before from Ezekiel chapter 37. ഒന്ന് മുതൽ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പ്രവാചകനെ താഴ്വരയിലേക്ക് നടത്തുമാറാക്കി എന്ന് കാണും. As we read from verses 1, you see how the Lord helped the prophet to go into the valleys. അപ്പോൾ താഴ്വരയിലേക്ക് നടത്തിയപ്പോൾ അവിടെ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട ഒരു താഴ്വരയിലേക്കാണ് പ്രവാചകനെ നടത്തിയത്. And as the prophet goes into the valley, you see a valley that is filled with bones. ദൈവം ചോദിക്കുന്നു, ഈ അസ്ഥികളെ ജീവിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. And the Lord says that will these bones live? പ്രവാചകനും സത്യത്തിൽ അതിന് ഉറപ്പില്ല. The prophet was not sure either. കർത്താവേ, നീ അറിയുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And you see a portion where the prophet gives God an excuse saying, "Oh Lord, you know." ഈ പ്രവാചകൻ കാണുകയാണ് താഴ്വരയിൽ മുഴുവൻ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. So the prophet sees the bones filled in the valley. ഒടുവിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, ഈ അസ്ഥികൾ നിവർന്നു നിന്നു കാറ്റ് അതിന്മേൽ അടിച്ചാൽ ജീവനുള്ളതായി തോന്നുന്നു കാണാൻ കഴിയുന്നുണ്ട്. And finally, towards the end of the chapter, you see these bones were made live, and as the wind blew, it got flesh and it became alive. ഞാൻ അങ്ങനെ പറഞ്ഞ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കില്ല. അതിലൂടെ ചില ആലോചനകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I don't want to end it there. I want to speak to you about that a little bit more. ഒന്നാമത് പ്രവാചകൻ ആ താഴ്വരകളെ കണ്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. It is great to know that the prophet, in the beginning of the chapter, he saw these bones. ഇത് ജീവനുള്ളതായി തീരുന്നതിന് മുന്നമേ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. Even before these became live, the prophet sees a vision. ഏതൊരു ആത്മീയ വിജയത്തിന് മുന്നിലും ദൈവമക്കൾക്ക് ഒരു ദർശനം ഉണ്ടാകും. Before any spiritual victory, you need to have a spiritual vision. അവൻ കാണുന്ന ദർശനം ഇതാണ്, അസ്ഥികൾ താഴ്വര മുഴുവൻ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. This is the vision that he sees, that the valley is filled with bones. ആ ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ അന്നത്തെ അനുഭവങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഓർമ്മപ്പെടുത്തുകയാണ്. And it talks about the Israelites here. The Lord reminds them of the Israelites in this chapter. പ്രവാചകനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ അസ്ഥികളെ കാണുകയാണ്. The Holy Spirit shows these bones to the prophet. ആ അസ്ഥികൾ കണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള പ്രതിവിധിയും അവരിലൂടെ ഉണ്ടാകുകയുള്ളൂ. Only if he sees these bones can he understand what the outcome might be. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാം ഓക്കെ ആണെന്നാണ് ചിന്തിക്കുന്നത്. Many times in our life we think we're all okay. നമുക്കൊരു കുറവില്ലെന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. We think that we don't have any shortcomings. സാധാരണ ഒരു പദ്ധതിയാണ് നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ. It's the scheme of the devil that makes us think this way. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായെന്ന് നമ്മൾ കാണുമ്പോഴാണ് അത് പരിഹരിക്കാൻ തൊട്ടുകൂടെയായിരിക്കുന്നത്. It is when you understand that you have shortcomings
rectify it. അതുകൊണ്ടാണ് യെശയ്യാപ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇത് കാണുന്നു, മുറിവുകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. And this is why in Isaiah 1 you see that it's filled up with wounds. അതിനെ വെച്ച് കെട്ടിയിട്ടില്ല, And it's not been bandaged. അതിന്റെ പഴുപ്പ് കളഞ്ഞിട്ടില്ല എന്നൊക്കെ കാണാൻ കഴിയുന്നു. And it's not yet healed. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു മുറിവുമായി ഒരുവൻ ചെല്ലുമ്പോൾ, And when a person goes to a doctor with his wound, പഴുത്ത മുറിവാണെങ്കിൽ ഡോക്ടേഴ്സ് ആദ്യമേ ചെയ്യുന്നത് ആ പഴുപ്പെല്ലാം എടുത്തു കളയുക എന്നുള്ളതാണ്. and if the wound is pretty bad, the first thing that the doctor does is clean it. ആ എടുത്തു കളയുമ്പോൾ തീർച്ചയായും രോഗിക്ക് നല്ലോണം വേദന എടുക്കും. And when you clean the wound, the actual patient is going through so much pain. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് വേദന ഒന്നും ഇല്ലാതെ ഇത് സൗഖ്യമാണെന്നുള്ളതാണ്. Most of us want such that we get healed without much pain. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവ് വരുത്തുന്നതിന് മുന്നമേ അതിന് പ്രശ്നത്തിനുള്ള എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദൈവം കൂടെയാണ്. In the same way, before the wounds in our lives are healed, the Lord reminds us that you need to go through a cleaning process in our lives. ഈ അസ്ഥികളൊക്കെ ജീവിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് അവിടെ അസ്ഥികളാണ് എന്നുള്ള കാഴ്ചപ്പാട് പ്രവാചക ദൈവം കൊടുക്കുകയാണ്. If these bones need to be made live, the first thing is the vision that the prophet received from God, that there are bones in this valley. അതിനുശേഷം ദൈവം ഈ പ്രവാചകനോട് പറയുകയാണ്, നീ ഈ അസ്ഥികളോട് പ്രവചിക്കണം എന്ന് പറയുകയാണ്. Next, God tells the prophet, you need to speak to these bones. ഈ പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ ഈ പ്രവാചകൻ പ്രവചിപ്പാൻ നിൽക്കുന്നവരെയായി. As soon as he heard the word of God, he started prophesying to these bones. ഇവന്റെ വായിൽ നിന്ന് ശബ്ദം ഉയർന്നു കഴിഞ്ഞപ്പോൾ, And when the words came out of this prophet's mouth, ഈ അസ്ഥികള് ഒന്നോടൊന്ന് യോജിപ്പാൻ നിൽക്കുന്നവരെയായി. the bones started coming together. നാം വിശ്വാസത്തോടെ പറയുന്ന ഓരോ വാക്കുകളും ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിൽക്കുന്നവരെയായി. For every word of faith that comes out of our mouth, the Lord is able to perform. നാം ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. We are talking about the Holy Spirit right now. നാളുകളായി പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. We've been telling for a long time we need to attain the Holy Spirit of ഈ God. ശബ്ദമെല്ലാം ഇവിടെ നിലനിൽക്കുകയാണ്. And this sound is still evident here. ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായും ദൈവം ഇത് നമ്മുടെ സഭ മുഴുവനായി പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്ന അനുഭവത്തിലേക്ക് നടത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. I completely believe that one day we will see each and every one of us worshiping God in the Holy Spirit. നമ്മുടെ നാവിലാണ് ദൈവം അധികാരം തന്നിരിക്കുന്നത്. The Lord has given us authority over our tongue. വിശ്വാസത്തോടെ നാം പറയുന്ന വാക്കുകൾ നിവർത്തിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവം. Every word of faith that we are going to God, God will make that happen. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും പ്രശ്നത്തോടൊക്കെ നാം ആയിരിക്കുന്നുവെങ്കിൽ തന്നെ വിശ്വാസത്തോടെ നാം പറയുന്ന വാക്കുകൾ അത് പൂർത്തീകരിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. In our personal life, if we say any word of faith, God is able to fulfill that in our നമ്മുടെ life. വാക്കുകളെ മാനിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. God honors the words out of my mouth. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, If you pray for the sick, അതിനെ സൗഖ്യം വരുത്തുവാൻ ദൈവം ശക്തനാണ്. the Lord is able to heal them. അപ്പോസ്തലന്മാർ ഇങ്ങനെ ഒരു പ്രസവവേദനയോട് ഇപ്രകാരം പറയുകയാണ്, And apostles talk to a sick man like this. ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, Both silver and gold have I none. എന്നാൽ യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിന് മുന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുകയാണ്. But in the name of Jesus, get up and walk. The person gets up and walks. ഇതുപോലെ കാലത്ത് നിരാശ വാക്കുകളെല്ലാം നമ്മുടെ നാവിൽ ഉയരേണ്ടത്. And so we do not need a sound of distress from our tongue. നിരാശയുടെ വാക്കുകൾ നമ്മുടെ വാവിൽ ഉയരുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ താഴ്ച സംഭവിച്ചുകൊണ്ടേയിരിക്കും. And if such words are being uttered from our mouth, you are going to the low parts of your life. എന്നാൽ ഓരോ ദിവസവും ദൈവം നടത്തുമെന്നുള്ള ശക്തമായ വാക്കുകൾ നമ്മുടെ നാവിൽ ഉയരുന്നുവെങ്കിൽ നടത്തുന്ന ദൈവത്തിന്റെ ശക്തിയുടെ കരം കാണുവാനിടയായി. But if you have the words of faith, then you can know that God will surely bless you. പലപ്പോഴും പല മാതാപിതാക്കളെ ഞാൻ നാട്ടിൽ വെച്ച് കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ ശപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. And I've heard many parents in India, they curse their children. ഇവൻ ഒരിക്കലും ഗുണം പിടിക്കുന്നില്ലെന്ന് പറയും. And he will never get any good in his life. എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോഴായിരിക്കും പറയുന്നത്. Maybe he might be mischievous, that's probably why they say it. എന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് പറയേണ്ടത് Be ആവശ്യമാണ്. very careful when you utter these words. നമ്മുടെ നാവിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഉയരട്ടെ. Our mouth should be filled with praises. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. God is a God who blesses us. നമ്മുടെ നാവിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഉയരുന്നുവെങ്കിൽ If our tongue is comes words of blessing, ദൈവം അവിടെ അത്ഭുതകരം നീട്ടുവാനിടയായി. God will show His mighty hand. അവിടെ പ്രവാചകന് ഈ അസ്ഥികളോട് പ്രവചിക്കുകയാണ്. Here the prophet is preaching or prophesying to the bones. എന്താണ് പ്രവചിക്കുന്നത്? അസ്ഥികളെ ഒന്നാകാനാണ് പ്രവചിക്കുന്നത്. Is he saying that all bones become one? അവ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അസ്ഥികൾ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. As he's looking, the bones started joining together. ദൈവം പറഞ്ഞിട്ട് പറയുന്ന വാക്കുകളുടെ പിന്നിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിപ്പാനിടയായി. Upon the words that God says, when He commands, you will see deliverance. അതിനുശേഷം അവര് ഒരു സൈന്യം ഇങ്ങനെ നിൽക്കുമ്പോൾ, That as they stand in
ഈ നാല് കാറ്റുകളിൽ നിന്ന് നാല് കാറ്റ് ഇതിന്മേൽ ഊതുവാൻ പറയുകയാണ്. And he commands the four winds to blow upon these bones. കാറ്റ് ഊതിയപ്പോൾ ഇത് ജീവനുള്ള വലിയൊരു സൈന്യമായി വെളിപ്പെടുവാനുള്ളതായി. And as the wind blew, you see that these bones became live. ജീവനുള്ള സൈന്യമായി വെളിപ്പെടണമെങ്കിൽ മുന്നമേ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനുള്ളതായി. You need to stand as a warrior that is living. You need to correct yourself in your life. പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തിയാൽ നിറയപ്പെടണമെങ്കിൽ, If you need to be filled with the Holy Spirit in your life, ജീവനോടെ മുന്നേറണമെങ്കിൽ, and if you need life going forward, നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് ക്രമീകരിക്കപ്പെടുമ്പോൾ, understand the shortcomings that are in our lives and as we correct them, ദൈവം വലിയൊരു സൈന്യമാക്കി ദൈവമേ തീർക്കുവാനുള്ളതായി. God will turn us into a great warrior. ഞാൻ 68 സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. Let's read from Psalm 68 verses 1 and 2. ഇവിടെ 68 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കളെ ചെതറിപ്പോകുന്നു. And God arises and his enemies are scattered. അവനെ ഭയക്കുന്നവരും അവന്റെ മുമ്പിൽ ഓടിപ്പോകുന്നു. All his foes flee before him. രണ്ടാം വാക്യത്തിന്റെ 1-ാം ഭാഗം ഇങ്ങനെ വായിക്കുന്നു, പുക പതറിക്കുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. As smoke is blown away by the wind, you blow them away. ഇവിടെയുള്ള പ്രായമുള്ള എല്ലാവർക്കും അറിയാം പുകയുടെ അനുഭവങ്ങളെ നല്ലവണ്ണം. We all know about smoke sitting നമ്മുടെ here. പഴയ വീടുകളെല്ലാം തന്നെയും ഗ്യാസ് അടുപ്പുകളല്ലായിരുന്നു, പുകയടുപ്പുകളായിരുന്നു. And older houses usually don't have gas furnaces, they have log furnaces. ഞങ്ങളുടെ പഴയ വീട് പുകയില്ലാത്ത പുകയുള്ള അടുപ്പായിരുന്നു, എന്നാൽ ചിമ്മിനിയൊന്നുമില്ല. Our old house had wood burning stoves. തീയൊക്കെ കത്തിച്ചു കഴിയുമ്പോൾ അടുക്കള മുഴുവൻ നല്ലോണം പുക ഉണ്ടാവും. And after it's being lit, the entire kitchen is filled with smoke. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ പ്രായമുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരുവാനിടയായിരിക്കും. I'm hoping that the older ones sitting here understand as I speak. ഈ അടുക്കളയിൽ നല്ലവണ്ണം പുക വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. And when the smoke fills up the kitchen, it is so hard. നമ്മുടെ കണ്ണിലേക്കായിരിക്കും കണ്ണ് നീർവാൻ കൊണ്ടുണ്ടായിരിക്കും. Sometimes our eyes start watering because of the smoke. ചിലപ്പോൾ ശ്വാസം മുട്ടല് ഉണ്ടാകുവാൻ കൊണ്ടുണ്ടായിരിക്കും. You might be shortened of breath as a result of inhaling smoke. വായിക്കുന്നു, പുക പതറിക്കുന്നത് പോലെ. And just like the smoke is blown away, നീ അവരെ പതറിക്കുന്നു. you make them blow away. ജീവിതത്തിന്റെ തുറകളിൽ ശത്രുവായവൻ നമ്മെ ഭാരപ്പെടുത്തുന്ന അനേകം ബന്ധങ്ങളുണ്ട്. There are many times the evil one brings us distress in our lives. 4 വശത്തു നിന്നും പ്രതികൂലങ്ങള് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേക അനുഭവങ്ങൾ നമ്മൾ ഇതിൽ കടന്നു വരും. Many experiences where from all four sides the adversities try to crush you down. ദാവീദ് തന്റെ അനുഭവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കൾ കാണാതെ നീ എന്നെ കാത്തുകൊള്ളണമേ. David, from his experience, he says that among the enemies who circle to finish me off, rescue me from their midst. നമ്മെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളുണ്ട്. There are many people who are willing to kill us. ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇന്ന് രാവിലെ ഓർക്കുവാനിടയായി തീർന്നു, തന്റെ മകനായ അബ്ശാലോം അവനെ രാജഭരണത്തിൽ നിന്ന് നീക്കിയതിനു ശേഷം അവൻ ഓടിപ്പോകുന്ന ഒരു ഭാഗമുണ്ട്. There is a place where David runs away from his son Absalom. തന്റെ സ്വന്തം മകൻ അവനെതിരായി കടന്നു വന്നു. His own son was against him. അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബെന്യാമീൻ ഗോത്രക്കാരനായ ശിമെയി എന്ന് പറയുന്ന ഒരുവൻ അവനെ കല്ലെറിഞ്ഞിട്ട് ഇപ്രകാരം പറയുകയാണ്, നീജ പോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. And there is a portion as he runs away from his own son, a person throws a stone at him and says that, you cursed man, why don't you go away? രാജാവായിരുന്ന ദാവീദിനെ ആ സമയത്ത് ശിമെയി ഒരു വാക്ക് പോലും പറയുവാൻ കഴിയാതിരുന്നപ്പോൾ, when David, as he was a king, when this person, as he was a king, we did not have the authority to speak anything like that to him. അവൻ ഓടിപ്പോയപ്പോൾ ഒരു ഭൃത്യൻ വിളിക്കുകയാണ്, നീജ പോ എന്ന് പറഞ്ഞ് കല്ലെടുത്തെറിയുന്നു. And at the time that he's running, this man calls him, oh unworthy man, why did you run away? ഒരു ബാല്യക്കാരൻ പറഞ്ഞു, അല്ലയോ യജമാനേ, ഇവരെ ഞാൻ വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞപ്പോ, And the servant says that, oh master, can I kill this person? ദാവീദ് ഇപ്രകാരമാണ് പറഞ്ഞത്, ദൈവം അവനെ ഇവിടെ ശപിക്കാനിരിക്കുക, പറഞ്ഞിരിക്കുക, ശപിക്കട്ടെ, ഈ ശാപം ദൈവം എനിക്ക് അനുകൂലമാക്കി തരും.
And this is what is being said. He's been destined to be killed, and this curse might fall upon him. May God take care of നമ്മുടെ that. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. And in our life, all situations might not be the same. താഴ്ചകളും ഉയർച്ചകളും കടന്നു വരുന്ന സമയങ്ങളുണ്ട്. There might be low times and high times in our lives. എന്നാൽ ഓർക്കുക, താഴ്ചകൾ വരുമ്പോൾ നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. താഴ്ചകളെ ഉയർച്ചകളാക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തിയുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. When you're in the low parts of your life, you do not have to be saddened by heart, but you understand that the God is there to help you. 116 സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്, മരണനാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു, ഞാൻ ദൈവത്തോട് നിലവിളിച്ചു എന്ന് വായിക്കുന്നു. In Psalm 116, David says that all death has encircled me, and all the gates of hell has encircled me to devour me, but my Lord rescued me. 116 സങ്കീർത്തനം ആ ഭാഗം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Let's read that from Psalm 116. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. Then I called on to the name of the Lord, O Lord, save me. അവന് അയ്യോ എന്ന് വിളിക്കത്തക്ക രീതിയില്ല. തന്റെ ജീവിതത്തിൽ ശക്തമായ പ്രതികൂലങ്ങൾ കടന്നു വന്ന അനുഭവങ്ങളെ കാണാൻ കഴിയുന്നു. There were adversaries that came to his life such that he called, O Lord, save me. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. But when you read forward, it says, David says that, O Lord, you have delivered my soul from death, my eyes from tears, and my feet from stumbling. ഇതുപോലെ കാലം അയ്യോ എന്ന് നിലവിളിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഇവിടെ കടന്നു വന്നേക്കാം. You might be going through a life, experiencing your life where you're saying, O Lord, save me. എന്നാൽ എന്നും അയ്യോ എന്ന് വിളിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ജീവനുള്ള ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. The Lord will not make you go through the same experience all the days of your life. He will rescue you and He'll give you a firm feet to stand on. Praise the Lord. Hallelujah. Praise the Lord. Praise God. എന്നും ദാവീദ് അവിടെ മരണവാസികൾ ചുറ്റിയെന്ന് പറഞ്ഞ് കിടക്കുകയല്ല. David does not say that my adversaries and death is entangled around me. എന്നും അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല. It's not that he's crying every day, oh Lord, save me. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും എന്ന് ശക്തമായ സാക്ഷ്യം പറയുകയാണ്. And he gives a testimony instead, saying that among the people of the living, I will give, among that land, I will give my testimony. തുടക്കത്തിൽ പറയുന്നു, ദൈവം എന്റെ പ്രാർത്ഥനയും യാതനയും കേട്ടുവെന്നാണ്. In the beginning, he said that the Lord has heard my supplication. ഒന്നിനു പുറകെ ഒന്നായി നിന്നെ കരയിപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നത് വന്നേക്കാം. There might be many things that makes you cry one after the other in your life. സാമ്പത്തിക ബുദ്ധിമുട്ടാകാം. It could be financial troubles. രോഗത്തിന്റെ It അനുഭവങ്ങളാകാം. could be sickness. സ്നേഹിച്ചവര് മാറിപ്പോയതാകാം. It could be people who loved you who moved away. ഇതുപോലെ കാലം പറയട്ടെ, പുക പതറിപ്പിക്കുന്നത് പോലെ പുകയെ പതറിപ്പിക്കുന്ന ശക്തമായ കാറ്റ് നിന്റെ ജീവിതത്തിൽ ആയിരിക്കാൻ പോവുകയാണ്. Just like the smoke, there is this wind of the Holy Spirit that can blow in your life, that can take the smokes away from your life. പുക പതറിക്കണമെങ്കിൽ ശക്തമായ കാറ്റടിക്കണം. If you need to have that smoke move away, you need a strong wind of God. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ കാറ്റ് നിന്റെ ജീവിതത്തിൽ നിന്റെ നൗകയിൽ ആഞ്ഞടിക്കുമ്പോൾ, When you have the strong wind of the Holy Spirit in your life, നിന്നെ നീക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോകാൻ പോവുകയാണ്. and all the experience of distress will move away. 12 കൊല്ലമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, അവളെ കുറിച്ച് പറയുന്നത്, And about this lady who was deceased with blood for a long time, വൈദ്യന്മാരാൽ ഏറെ സഹിച്ച്, and she endured a lot from the doctors, ഏറ്റവും പരവശയായിട്ടുള്ളത്, and she lost all hope. അവൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല. She does not have any hope in life. അവൾ പോകാവുന്നിടത്തെല്ലാം പോയതാണ്. She went everywhere that she could. അവൾക്ക് ഇനി പോകുവാനൊരു വൈദ്യന്റെ പേര് പോലുമില്ല. There is no doctor that she can go to that she missed. എന്നാൽ ശ്രേഷ്ഠ വൈദ്യനായ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ, But when she came to the greatest doctor, that is Jesus Christ, നാളുകളായി ഭാരപ്പെട്ട വിഷയങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് മറുപടി ലഭിക്കുകയാണ്. for the item that she was going through distress in her life, within seconds she received an answer. ഇതുവരെക്കാലം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. This morning I'm going to pray. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. The Holy Spirit work in your life. Hallelujah. എല്ലാവരും
He comes to choke us, നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ ചോർത്തിക്കളയുവാൻ, and to destroy the spiritual blessings. ഭൂമിയിൽ നിന്ന് തന്നെ നമ്മെ മാറ്റിക്കളയുവാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ, And when the evil one wants to destroy us from the world, ഇതുവരെ കാലം ദൈവം എഴുന്നേൽക്കുന്നു, അവന് ശത്രു ചെതറിപ്പോവുകയാണ്. this morning the Lord arises, the enemies are scattered. ശത്രു എത്ര ശക്തമായി വന്നാലും, No matter how hard he comes unto you, എന്റെ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ, my Lord, when he rises up, എന്റെ ദൈവം എന്റെ പുറകിലേക്ക് കടന്നു വരുമ്പോൾ, and when he comes into my boat, എന്റെ ജീവിതത്തിൽ അവൻ കടന്നു വരുമ്പോൾ, oh, when my Lord comes into my life, എന്റെ ശത്രു മാറിപ്പോവുകയാണ്, my enemies are scattered, എന്റെ ശത്രു ചിതറിപ്പോവുകയാണ്. my enemies move away, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രു ചിതറുന്നു. and my God rises and the enemies are scattered. നിനക്ക് പറയാൻ കഴിയുമോ, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്. Let us say this morning, my God has risen up in my life. എന്റെ പ്രശ്നത്തിന്മേൽ അവൻ എഴുന്നേറ്റിരിക്കുകയാണ്. He has risen up upon my problems. അവൻ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രു ചിതറുന്നു. And he rises up and the enemies are scattered. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും. And the Holy Spirit will do great things in our life. ഈ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുന്നു. This voice, may that be a blessing in our lives. ഇതിന്റെ ജീവിതത്തിൽ വിടുതലിന് കാരണമാകുന്നു. Let this be a voice of deliverance. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.